ഹലോ ചങ്കള, നമസ്കാരം. ഇന്ന് രാവിലെ ഒരു ന്യൂസ് കാണാനിടയായിട്ടോ. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട 4 വയസ്സുകാരി കുട്ടി, കൊല്ലപ്പെട്ട കുട്ടി സ്വന്തം അമ്മ പുഴയിലെറിഞ്ഞ് കൊന്നതാണേ. അപ്പോൾ അതിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം ഈ കുട്ടി മരിക്കുന്നതിന് തലേന്ന് വരെ പീഡനത്തിനിടയായിട്ടുണ്ട് കേട്ടോ. അത് പോലീസ് അന്വേഷിച്ചപ്പം 3 വയസ്സ് മുതൽ ഈ കുട്ടിയുടെ കൊച്ചച്ഛൻ, അതായത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ കൊച്ചച്ഛൻ 3 വയസ്സ് മുതൽ പീഡിപ്പിക്കുകയാണ്. ആ പ്രതിനെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന സമയത്ത്, അല്ലയോ മാധ്യമങ്ങളെ, ഈ ചാനലിൽ ബ്ലർ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ പരനാറീന, ഇങ്ങനത്തെ ഒരു കുറ്റകൃത്യം ചെയ്ത പരനാറീന, 3-4 വയസ്സുള്ള കുട്ടീനോട് കാമപ്രാന്ത് തോന്നുന്ന ഇതുപോലത്തെ പരനാറീന നിങ്ങൾ എന്തിനാണ് ബ്ലർ ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്? ഇവന് സൽക്കർമ്മം ചെയ്തിട്ടൊന്നല്ലോ നിങ്ങൾ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒരു രാജ്യദ്രോഹിനെ വെടിവെച്ച് കൊന്നിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെ സമാധാനിക്കാം. ഈ പരനാറി 3 വയസ്സ് മുതൽ ഈ പരനാറി സ്വന്തം അച്ഛന്റെ അനിയൻ കൊച്ചച്ഛൻ, നമ്മളൊക്കെ എളാപ്പാന്ന് പറയും, കൊച്ചച്ഛൻ 3 വയസ്സ് മുതൽ ഈ കുഞ്ഞു ഈ പൈതലിനോടൊക്കെ അങ്ങനെ ചെയ്യാൻ തോന്നുമോ? ഈ നാറി മൃഗത്തിന് പോലും, എന്താ പറയാ, മൃഗത്തിനോട് പോലും ഉപമിക്കാൻ പറ്റാത്ത ഈ പരനാറി ഇവനെ നിങ്ങൾ ബ്ലർ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന എന്ത് കാര്യത്തിലാണ്? പരനാറിന്റെ മുഖം നാട്ടുകാർ കാണട്ടെ. നായിന്റെ മോന ഇവനെ എന്താ പറയാ, സമൂഹത്തിൽ പൊതു മദ്യത്തിലിട്ടിട്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുക്ക്. ഈ പരനാറീന കല്ലെറിഞ്ഞ് കൊല്ലാനോ അല്ലെ വെടിവെച്ച് കൊല്ലാനോ ജനങ്ങൾ നോക്കിക്കോളും. ഇവൻ എന്തിനാ ഞങ്ങൾ തീറ്റിപ്പോറ്റാനാണോ ജയിലിൽ കൊണ്ടുവന്ന്? മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഈ നാറീനൊക്കെ നിങ്ങൾ എന്തിനാണ് ബ്ലർ ചെയ്ത് കൊണ്ടുവന്ന്? ജനങ്ങൾ കാണട്ടെ ഈ നാറീന്റെ മുഖം. നിങ്ങൾ ബ്ലർ ചെയ്തിട്ട് ആരെയാ കാണിക്കുന്നത്? ബ്ലർ ചെയ്തിട്ട് ജനങ്ങൾ കാണിക്കണം. ഈ പരനാറീന്റെ മുഖം ജനങ്ങൾ കാണിക്കണം. സ്വന്തം കൊച്ചച്ഛൻ, അച്ഛന്റെ അനിയൻ, ഈ കുഞ്ഞു പൈതലിനോട് 3 വയസ്സ് മുതലാണ് പീഡനം നടത്തിയത്. 3 വയസ്സ് മുതൽ 1 വർഷം ഈ മരണപ്പെടുന്നതിന്റെ തലേന്ന് വരെ പീഡിപ്പിച്ചിട്ടുണ്ട്. ജന നന്മക്കായിരിക്കണം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതുപോലത്തെ നാറികളെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ലേ ഇപ്പം ബ്ലർ ചെയ്ത് നിങ്ങൾ കാണിക്കുന്നത്? എന്താ അവസ്ഥ?